നമ്മൾ ഈ ക്ലാസ്സിൽ വേറൊരു 2 ഡയമെൻഷണൽ അറേ എങ്ങനെ ഒരു ഫംഗ്ഷനിൽ പാസ് ചെയ്യും അതിൽ വെച്ചിട്ടൊരു എക്സാമ്പിൾ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലം ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. റൈറ്റ് എ ഫംഗ്ഷൻ ഇൻ സി വിച്ച് ടേക്സ് എ 2 ഡയമെൻഷണൽ അറേ സ്റ്റോറിംഗ് മെട്രിക്സ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഓർഡർ ഓഫ് മെട്രിക്സ് ആസ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ ദ സം ഓഫ് എലിമെൻറ്റ്സ് സ്റ്റോർഡ് ഇൻ ഈച്ച് റോ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ആ ഫംഗ്ഷനകത്ത് ഒരു ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ അറേ ആയിരിക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആർഗ്യുമെൻറ്റ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, എന്നിട്ട് ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ആ മെട്രിക്സിനെ ഒരു ഓൾറെഡി സ്റ്റോർ ചെയ്തൊരു മെട്രിക്സ് ആയിരിക്കണം അതിനകത്ത് പാസ് ചെയ്യേണ്ടത്. ആ മെട്രിക്സിൻ്റെ ഓരോ റോയിലെയും സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഉദാഹരണത്തിന് സപ്പോസ് ഒരു മെട്രിക്സ് ഇങ്ങനെയാണെങ്കിൽ, സോ ഇറ്റ്സ് ലൈക്ക് ദിസ് 1 2 3 4 5 6. ഇതാണ് ഇൻപുട്ട് മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണെന്ന് വിചാരിക്കുക. 2 ഡയമെൻഷണൽ അറേ ഞാൻ എ എന്ന് കൊടുക്കാം. സോ എ ഓഫ് 10 10 എന്ന് കൊടുക്കാം. ദിസ് ഈസ് എ 2 ഡയമെൻഷണൽ അറേ. ഇതിനകത്ത് നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്പർ ഓഫ് കോളംസ് എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. എം ഇസ് ഈക്വൽ ടു 2 ആൻഡ് എൻ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ആ ഫംഗ്ഷന് നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. റോ സം എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. ദാറ്റ് ഈസ് ദ നെയിം ഗിവൺ ടു ദ ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫംഗ്ഷൻ അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ കിട്ടുന്നത്? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഇറ്റ് വിൽ ഡിസ്പ്ലേ. അതിനകത്ത് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യല്ല. ഡിസ്പ്ലേ ദ സം ഓഫ് ദി റോ. ഫസ്റ്റ് റോയുടെ സം എന്താണ്? 1 + 2 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 6. സെക്കൻഡ് റോയുടെ സം 4 + 5 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 15. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. ഈ രീതിയിലായിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ഇതിനകത്ത് ഒരു ഫംഗ്ഷനാണ് ഞാൻ പറഞ്ഞ. ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്? റോ സം എന്നാണ് പേര്. അത് വാല്യൂസ് വല്ലതും റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. ബട്ട് ആ പർട്ടിക്കുലർ അതിനകത്ത് പാസ് ചെയ്യുന്ന 3 ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ അറേ, റോ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ 2 ഡയമെൻഷണൽ അറേ ദാറ്റ് ഓൾറെഡി കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ഡാറ്റ. എന്നിട്ട് ആ 2 ഡയമെൻഷണൽ അറേയുടെ റോയിലുള്ള ഡാറ്റയുടെ സമ്മും കണ്ടുപിടിക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. ആ പർട്ടിക്കുലർ കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത റൈറ്റ് ഫങ്ഷൻസ് ഇൻ സി വിച്ച് ടേക്സ് എ 2 ഡയമെൻഷണൽ അറേ ആൻഡ് ഓർഡർ ഓഫ് മെട്രിക്സ് ആസ് ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് റീഡ് ആൻഡ് ഡിസ്പ്ലേ എ മെട്രിക്സ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ 2 ഫംഗ്ഷൻസും കൂടെ എഴുതാനാണ് പറയുന്നത്. അതിനകത്ത് ഒന്ന് ഒരു റീഡ് മെട്രിക്സും വേറൊന്ന് ഡിസ്പ്ലേ മെട്രിക്സും. ഇതിനകത്ത് ഈ 2 ഫംഗ്ഷൻസിനകത്തും ഒരു 2 ഡയമെൻഷണൽ അറേയും നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഓഫ് ദ മെട്രിക്സ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുകയും വേണം. എന്നിട്ട് ഈ ഫംഗ്ഷൻസ് എല്ലാം ഒരു മെയിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. ഇതാണ് ഈ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗോരിതമാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പേരെന്താണ്? റോ മെട്രിക്സ്. റോ മെട്രിക്സിൻ്റെ ഇൻപുട്ട് എന്താണ്? എ 2 ഡയമെൻഷണൽ അറേ എ, നമ്പർ ഓഫ് റോസ് എം ആൻഡ് നമ്പർ ഓഫ് കോളംസ് എൻ. ഔട്ട്പുട്ട് എന്താണ്? ഡിസ്പ്ലേ ദ സം ഓഫ് ഈച്ച് റോ. ഇതാണ് ഫംഗ്ഷൻ അറ്റ് റോ സം മെട്രിക്സ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ ട്രൈ ടു കോഡ് ദ ഡിക്ലറേഷൻ ഫോർ ദ ഫംഗ്ഷൻ റോ സം മെട്രിക്സ് ഇൻ ദി ഓൺലൈൻ GDB compiler. So how will you write the declaration of this function? So this is the GDB compiler. So ഈ ഫംഗ്ഷൻ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ് ഈസ് void. What is the name of the function? The name of the function is row sum matrix. അപ്പോൾ ഞാൻ അതിൻ്റെ കോഡ് ചെയ്യണം. റോ ഐ എം ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് ആസ് എസ് ആസ് ക്യാപിറ്റൽ SUMMATRIX. റോ സം മെട്രിക്സ്, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ മെട്രിക്സ്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ അറേ എ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നു ഇൻറ്റ് എ ഓഫ്, ഞാൻ 2 ഡയമെൻഷണൽ അറേ ഓഫ് സൈസ് 10 ഡിക്ലെയർ ചെയ്യുകയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് അറേ. രണ്ടാമത്തെ അറേയുടെ എ ഓഫ് 10 10. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്താണ്? എം ആൻഡ് എൻ. എം റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് റോസ് ആൻഡ് എൻ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് കോളംസ്. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എന്താണ്? അതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുകയാണ്. വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ് ഈസ് void. അപ്പോൾ ദിസ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ റോ സം മെട്രിക്സ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ സം മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അത് എഴുതാൻ പോവുകയാണ്. സോ void
row sum matrix int a of 10 10. There is a problem with the 10 10 comma int m comma int n. This is the opening brace and a closing curly brace. This is the definition of the function row sum matrix. ഇനി ഞാൻ ഈ അൽഗരിതത്തിനകത്ത് വരുന്ന ഓരോ സ്റ്റെപ്പുകളും 1 by 1 ആയിട്ട് കോഡ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0. അപ്പം ഞാൻ ആദ്യമേ ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്യുന്നു. സെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0 നമ്മൾ സെറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് സ്റ്റെപ്സ് 3 through 9 while I is less than m. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ വാട്ട് ഐ എം ഗോയിങ് ടു റൈറ്റ് while I less than m. m എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഫോർമൽ പാരാമീറ്റർ ആണ്. while I less than m കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ ഔട്ടർ ലൂപ്പ്. സ്റ്റെപ്പ് 3 സെറ്റ് j is equal to 0 and row sum is equal to 0. അപ്പോൾ j equal to 0. അപ്പോൾ j have to be declared, comma j. Then I am writing j equal to 0. അടുത്ത സ്റ്റെപ്പ് എന്താണ്? row sum is equal to 0. row sum is again another variable that is have to be again declared. row sum is the name of the variable that is declared as integer. So ഇതൊരു while loop ആണ്. അതിനകത്ത് row sum equal to 0 കോഡ് ചെയ്തു. അപ്പോൾ സ്റ്റെപ്പ് 3 ഓഫ് ദ അൽഗോരിതം എഴുതി. സ്റ്റെപ്പ് 4നകത്ത് എന്താ എഴുതുന്നത്? റിപ്പീറ്റ് സ്റ്റെപ്സ് 5 through 6 while j less than n. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താണ്? while j less than n. Okay. row sum is equal to row sum plus a of ij. That is step 5 of the algorithm. അപ്പോൾ row sum equal to row sum plus a of ij. അതാണ് ഇതിനകത്തുള്ള സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. j is equal to j plus 1. That is step 6. Step 6നകത്ത് j is equal to j plus 1. സ്റ്റെപ്പ് 7നകത്ത് എൻഡ് ഓഫ് റിപ്പീറ്റ് സ്റ്റെപ്പ് 4. ദാറ്റ് ഈസ് ഇന്നർ വൈൽ ലൂപ്പിൻ്റെ എൻഡ് ആണ് സ്റ്റെപ്പ് 7 വരുന്നത്. ഇന്നർ വൈൽ ലൂപ്പിൻ്റെ എൻഡ് ഇവിടെയാണ്. ദാറ്റ് ഈസ് ലൈൻ നമ്പർ 23 ഓഫ് ദ കോഡ്. അതിനുശേഷം എന്താണ്? പ്രിന്റ് റോ സം അറ്റ് സ്റ്റെപ്പ് 8. അത് ഇന്നർ വൈൽ ലൂപ്പിന് ശേഷം പ്രിന്റ് ഓഫ് റോ സമ്മിന് പകരം ദ സം ഓഫ്, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്ലാഷ് the sum of percentage d row is percentage d comma ഫസ്റ്റ് പെർസെൻറ്റേജ് എത്രാമത്തെ റോ? ദാറ്റ് ഈസ് i plus 1. റോ 0യ്ക്ക് ഫസ്റ്റ് റോ എന്ന് പറയണം. 1th റോ ഈസ് രണ്ടാമത്തെ ഇതെന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ റോ സം. ഇതാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സെറ്റ് i is equal to i plus 1. i is equal to i plus 1. So this is the coding of this particular algorithm. ഈ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സപ്പോസ് ഇഫ് ദ ഇൻപുട്ട് മെട്രിക്സ് ഇതാണെന്ന് വിചാരിക്കുക. 1 2 3 4 5 sorry. So let us try the next one. Suppose if the input matrix is like this, I'm just going to write it in a new page. 1 2
3 4 5 6 7 8 9. ഹിയർ ഇതാണ് ഇൻപുട്ട് മെട്രിക്സ് എങ്കിൽ m is equal to 3, n is equal to 3. ഇനി അൽഗോരിതത്തിൽ എങ്ങനെ നോക്കാം? നമ്മൾ ആദ്യമേ എന്താണ്, ഐയുടെ വാല്യൂ 0 ആണ്, ഐ 0 ലെസ് ദാൻ എം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐ ഈക്വൽ ടു 0 ആണ്. അതിനുശേഷം എന്താണ്, റോ, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഐ ലെസ് ദാൻ എം എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. തേർഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഐ 0 ആകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. തേർഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ ജെ ഇസ് ഈക്വൽ ടു 0, റോ സം ഈക്വൽ ടു 0. ഇതാണ് ആ അൽഗോരിതത്തിൽ പറയുന്നത്. അതിനുശേഷം ഫോർത്ത് സ്റ്റെപ്പിൽ ജെ ലെസ് ദാൻ എൻ. ഇതിനകത്ത് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. 0 ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്നർ ലൂപ്പ് ദാറ്റ് ഈസ് സ്റ്റെപ്പ് 5 6ൽ എന്ത് സംഭവിക്കുന്നു? റോ സം ഇസ് ഈക്വൽ ടു റോ സം പ്ലസ് എ ഓഫ് ഐ ജെ. റോ സമ്മിൻ്റെ ആദ്യത്തെ വാല്യൂ എന്താണ്? 0. സോ 0 പ്ലസ് എ ഓഫ് ഐ ജെ. എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0. എ ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ എന്താണ് വാല്യൂ? വിൽ ഗെറ്റ് എ വാല്യൂ 1. ഓക്കെ, സോ റോ സമ്മിൻ്റെ വാല്യൂ എന്താണ്? റോ സം ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാം, റോ സം ഇസ് ഈക്വൽ ടു 1 വന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു നോക്കാം. ആ അൽഗോരിതത്തിന് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ജെ ആണ് കൂട്ടുന്നത്. ജെ പ്ലസ് 1. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ജെയുടെ വാല്യൂ ജെ ഇസ് ഈക്വൽ ടു 1. ഐയുടെ വാല്യൂ വിൽ ബി റിമെയിൻ 0 itself. So that is again come to step 3. Step 4ൽ എന്താ ചെയ്യുന്നത്? റോ സമ്മിൻ്റെ പ്രീവിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ 1 പ്ലസ് എ ഓഫ് ഐ ജെ. എ ഓഫ് ഐയുടെ വാല്യൂ 0 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. എ ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ we will get 2. So rho sum will get a value 2. And again j is incremented by 1. So rho sum is equal to 1 plus 2 which is nothing but 3. J യുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. J will be equal to 2. Again come to step 3. J less than n. That is 2 ലെസ് ദാൻ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. ആ കണ്ടീഷൻ ട്രൂ ആണ്. റോ സം ഇസ് ഈക്വൽ ടു റോ സം പ്ലസ് എ ഓഫ് ഐ ജെ. റോ സമ്മിൻ്റെ ലാസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 പ്ലസ് എ ഓഫ് 0 2. ദിസ് ഈസ് എ ഓഫ് 0 0. ദിസ് ഇസ് 0 1 ആൻഡ് 0 2. 0 2 വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 3 പ്ലസ് എ ഓഫ് 0 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ റോ സമ്മിൻ്റെ വാല്യൂ 6 ആകുന്നു. പിന്നെ ജെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ജെ ഇസ് ഈക്വൽ ടു 3 വരുന്നു. ജെ 3 വന്ന് പിന്നെയും സ്റ്റെപ്പ് 4ൽ വരുമ്പോൾ ജെ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ എവിടെ വരുന്നു? കം ടു സ്റ്റെപ്പ് 8. സ്റ്റെപ്പ് 8ൽ റോ സം പ്രിന്റ് ചെയ്യുന്നു. റോ സമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 6 വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ സം ഓഫ് ദി ഫസ്റ്റ് റോ. അപ്പോൾ ആ ഇന്നർ ഫോർ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ഒരു റോ ഫുള്ളായിട്ട് ഒരു റോയുടെ ഫുൾ പ്രോസസ് ചെയ്യും. ഒരു റോയിലുള്ള ഓരോ എലിമെന്റ്സിൻ്റെയും സം കണ്ടുപിടിക്കുന്നു ഫസ്റ്റ് ടൈം ഇന്നർ ഫോർ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ. എന്നിട്ട് ആ സം പ്രിന്റ് ചെയ്യുന്നു. ഐ പ്ലസ് 1 ആകുന്നു. ഐയുടെ വാല്യൂ അഗെയിൻ ഇൻക്രിമെന്റ്സ് ബൈ 1. ഐ വിൽ ബിക്കംസ് 1. Again j is again initialized to 0 and do the operation for the second row. And row sum is again initialized to 0 and performs the addition of the second row, and the same process is repeated for I is equal to 0, I is equal to 1, I is equal to 2. അപ്പോൾ ഈ അൽഗോരിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നർ ഫോർ ലൂപ്പ് ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ റോ ഫുള്ളായിട്ട് പ്രോസസ്സ് ചെയ്യും. ഇന്നർ ഫോർ ലൂപ്പിൻ്റെ വെളിയിൽ വരുമ്പോൾ ഒരു റോ ഫുള്ളായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിയും. എന്നിട്ട് ആ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. റോ സമ്മിൻ്റെ ആ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം പിന്നെ ഇന്നർ ഫോർ ലൂപ്പിൽ വരുമ്പോൾ അടുത്ത റോയിലെ ഫുൾ എലിമെന്റ്സിൻ്റെ സം കണ്ടുപിടിച്ച് അത്
അതിന് വെളിയിൽ വന്നിട്ട് നമ്മളത് പ്രിന്റ് ചെയ്യുന്നു. അഗെയിൻ ഇതിനകത്ത് ദിസ് പാർട്ട് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ രണ്ടാമത് സ്റ്റെപ്പ് 3 വരുമ്പോൾ റോസം ഈസ് അഗെയിൻ ഇനിഷ്യലൈസ് ടു എ വാല്യൂ 0. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ദിസ് പ്രോഗ്രാം ഈസ് കൺസേൺ. അപ്പോൾ ഇതാണ് ഒരു റോ സം മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ അപ്പോൾ ഇത് നമ്മൾ കോഡ് ചെയ്തു. ഇനി അടുത്തത് റീഡ് മെട്രിക്സ് എന്ന് പറഞ്ഞ അൽഗോരിതം അതിന് എഴുതാൻ പോവാണ്. അതിൻ്റെ ഫംഗ്ഷൻ്റെ പേര് റീഡ് മെട്രിക്സ് എന്നാണ്. അതിനകത്ത് എന്തൊക്കെയാണ് പാരാമീറ്റർ? ഒരു 2 ഡയമെൻഷണൽ അറേ എ, നമ്പർ ഓഫ് റോസ് എം ആൻഡ് നമ്പർ ഓഫ് കോളംസ് എൻ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ട്രൈ ടു കോഡ് ദിസ് ഫംഗ്ഷൻ റീഡ് മെട്രിക്സ്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ ഡിക്ലറേഷൻ എഴുതുന്നു. റീഡ് മെട്രിക്സ് വാല്യൂ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ റീഡ് മെട്രിക്സിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. റീഡ് മെട്രിക്സ്. അതിനകത്ത് 3 ആർഗ്യുമെൻ്റാണ് ഉള്ളത്. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഈസ് എ 2 ഡയമെൻഷണൽ അറേ. അത് ഞാൻ കൊടുക്കുന്നു. എ ഓഫ് 10 10. ദ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഈസ് ദ നമ്പർ ഓഫ് റോസ്. സോ ഇൻറ്റ് എം. Third argument is the number of columns into n. So the declaration of the function is over. And again, I am coding the function read matrix void read matrix int a of 10 10 comma int m comma int n. This is the read matrix function. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ ആണ് രണ്ടാമത് എഴുതിയത്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്ത് നോക്കാം. സെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഐ എന്ന് പറഞ്ഞ വേരിയബിൾ വി ഹാവ് ടു ഡിക്ലെയർ. സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഐയുടെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത റിപ്പീറ്റ് സ്റ്റെപ്സ് 3 to 8 വൈൽ ഐ ലെസ് ദാൻ എം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ വി ആം റൈറ്റിംഗ് വൈൽ ഐ ലെസ് ദാൻ എം. സോ ദാറ്റ് ഈസ് ദ ഔട്ടർ ഫോർ ലൂപ്പ്, ഔട്ടർ വൈൽ ലൂപ്പ്. പിന്നെ അതിനുശേഷം എന്താണ്? സ്റ്റെപ്പ് 3 ജെ ഇസ് ഈക്വൽ ടു 0. സെറ്റ് ജെ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ജെ ഹാവ് ടു ബി ഇനിഷ്യലൈസ് ഡിക്ലെയർഡ് കോമ ജെ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ജെ ഈക്വൽ ടു 0 നമ്മൾ സെറ്റ് ചെയ്യുന്നു. ജെ ഈക്വൽ ടു 0 എഴുതി കൊടുക്കുന്നു. ഇനി അടുത്ത എന്താണ്? റിപ്പീറ്റ് സ്റ്റെപ്സ് 5 through 6 വൈൽ ജെ ലെസ് ദാൻ എൻ. അപ്പോൾ അടുത്തതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വൈൽ ജെ ലെസ് ദാൻ എൻ ചെയ്യുന്നു. വൈൽ ജെ ലെസ് ദാൻ എൻ എഴുതുന്നു. ആ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് എഴുതുന്നു? ദാറ്റ് ഈസ് സ്റ്റെപ്പ് 5 റീഡ് എ ഓഫ് ഐ ജെ. അപ്പോൾ റീഡ് എ ഓഫ് ഐ ജെന് പകരം നമ്മൾ സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപർസെൻറ്റ് എ ഓഫ് ഐ ജെ. അപ്പോൾ ഇതിനകത്ത് ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നു ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ 2 ഡയമെൻഷണൽ അറേ. ഈ 2 ഡയമെൻഷണൽ അറേ എൻ്റയർ ആയിട്ടൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ അറേക്കകത്തോട്ട് തന്നെ ഈ ഓരോ എലിമെൻസും റീഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഐ ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1. ദാറ്റ് ഈസ് സ്റ്റെപ്പ് 6. സ്റ്റെപ്സിൽ ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6 കഴിഞ്ഞാൽ സ്റ്റെപ്പ് 7 എൻഡ് ഓഫ് റിപ്പീറ്റ് സ്റ്റെപ്പ് 4. ദാറ്റ് ഈസ് അറ്റ് ലൈൻ നമ്പർ 40. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് 8 ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. അപ്പോൾ 41-നകത്ത് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. അതിനുശേഷം എന്താണ്? എൻഡ് ഓഫ് ദി റിപ്പീറ്റ് സ്റ്റെപ്പ് 2. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ റിപ്പീറ്റ് സ്റ്റെപ്പ് 2 ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ഫംഗ്ഷൻ റീഡ് മെട്രിക്സ്. അപ്പോൾ ഇതാണ് റീഡ് മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ. ഇതെങ്ങനെ സിമ്പിളായിട്ടൊരു മെട്രിക്സിനെ റീഡ് ചെയ്യുന്നു. ഏത് മെട്രിക്സിനകത്തോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ മെട്രിക്സും അതിൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസും ആർഗ്യുമെൻ്റായിട്ട് ഈ ഫംഗ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ m/n എലിമെൻറ്റ്സ് ആർ read and stored in a 2 dimensional array containing m rows and n columns. So that is about the read matrix function. ഈ അടുത്ത ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. അതിൻ്റെ ഇൻപുട്ട് ഇതുപോലെ എ 2 ഡയമെൻഷണൽ അറേ എ, നമ്പർ ഓഫ് റോസ് എം ആൻഡ് നമ്പർ ഓഫ് കോളംസ് എൻ. ആദ്യമേ നമ്മൾ അതിൻ്റെ ഡിക്ലറേഷൻ ഒന്ന് എഴുതി നോക്കാം. So let us first of all write down the declaration of this display matrix.
So I'm writing the declaration of display matrix. അതിന്റെ value ഒന്നും return ചെയ്യുന്നില്ല. So void display matrix first argument എന്ന് പറഞ്ഞാൽ ഒരു 2-dimensional array ആണ്. int a of 10 10 10. Second argument എന്ന് പറഞ്ഞാൽ number of rows ആണ്, that is int m. Third argument എന്ന് പറഞ്ഞാൽ int n. So this is the declaration of the third function display matrix. So I'm going to write the definition of this display matrix. So void display matrix int a of 10 10. So it's a bracket mismatch. Int m is the number of rows, int n is the number of columns. I'm putting an opening curly brace and a closing curly brace. So this is the definition of the function display matrix. In display matrix എന്താ ചെയ്യുന്ന, ഫസ്റ്റ് സെറ്റ് i is equal to 0. So ആദ്യം i declare ചെയ്യുന്നു, integer i declare ചെയ്യുന്നു, i is set to 0. That is the first step of the algorithm. Second step എന്താണ്, repeat steps 3 through 8 while i less than m. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, while I less than m, that is the outer while loop. outer while loop നമ്മൾ എഴുതി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, set j equal to 0. j ആദ്യമേ ഡിക്ലെയർ ചെയ്യണം, i, j ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം set j equal to 0. j is initialized to a value 0. Repeat steps 5 through 6 while j less than n. So while j less than n, repeat steps 5 through 6, print a of ij and a print a. Step 5 is print a of ij and print a space. So I'm just putting printf. I'm putting %5d, this %5d, comma a of I j. Then step 6 is set j is equal to j plus 1. So I'm just writing j is equal to j plus 1. ഇതിൻ്റെ ലോജിക്ക് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാണ്, ഹൗ ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ എ 2-dimensional array. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സെറ്റ് j is equal to j plus 1. Then end of step 4 loop. So this is the step 4 loopൻ്റെ end. അടുത്ത് കഴിഞ്ഞ് എന്താണ്, print a new line. So inner for loop കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് printf \n. So print a new line. അതിനുശേഷം എന്ത് ചെയ്യുന്നു, set i is equal to i plus 1. i is equal to i plus 1. അത് കഴിഞ്ഞ് end of you can see that end of repeat step 2. So that is the end of repeat step 2 and this is the end of the function display matrix. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മെട്രിക്സ് ഫംഗ്ഷനും കോഡ് ചെയ്തു. ലാസ്റ്റ് ഞാൻ മെയിൻ ഫംഗ്ഷൻ കോഡ് ചെയ്യുവാണ്. അതിനകത്ത് ഇൻപുട്ട് പാരാമീറ്റർ ഒന്നും ഇല്ല. അതിനകത്ത് ഔട്ട്പുട്ട് എന്താണ്, റീഡ് നമ്പർ ഓഫ് റോസ്, കോളംസ് ആൻഡ് ടെസ്റ്റ് റീഡ് മെട്രിക്സ്, ഡിസ്പ്ലേ മെട്രിക്സ് ആൻഡ് റോ സം ഫംഗ്ഷൻസ്. ഈ 3 കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് എൻ്റർ ദി നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, അത് നമ്മൾ കൊടുക്കുന്നു. സോ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു, പ്രിന്റ് enter the number of rows and columns. The number of rows and columns. That is the first step. Second step is read m1 and n1. So m1 and n1 have to be declared. So int m1 comma n1 scanf %d comma ampersand m1. Again for the next scanf %d comma ampersand n1. So these are the two things.
Then enter the matrix elements. Printf enter the matrix elements. Enter ചെയ്യുന്നു. അതിനുശേഷം read matrix AM1 N1. So I'm calling the function read matrix A, M1, N1. I'm just calling this function. A, M1, N1 are arguments to this read matrix. So the array A have also to be declared. A of 10, 10. There is one additional bracket here, so that have to be corrected. So read matrix A, M1, N1. That function is called. And അതിനുശേഷം എന്താണ് പറയുന്നത്? Step 5, the matrix is എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു. So just write printf /n അതിൻ്റെ ഉള്ളിൽ the matrix is എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. അതിന് മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. Again step 6 display matrix എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സോ display matrix A, M1, N1. That is the thing where A, M1, N1 are the actual parameters of this function display matrix. ഇനി അത് കഴിഞ്ഞ് എന്താണ്, നമ്മൾ ജസ്റ്റ് റോ സം മെട്രിക്സ് കോൾ ചെയ്യുന്നു. സോ റോ സം മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനകത്ത് A, M1, N1. സോ ഈ റീഡ് ചെയ്ത മെട്രിക്സ് അല്ലെങ്കിൽ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത മെട്രിക്സ് ഇതിനകത്തോട്ട് പാസ് ചെയ്യുന്നു. റോ സം മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് പാസ് ചെയ്യുന്നു. That will calculate the raw sum of the matrix. So let us try to run this particular program and see how it works. So enter the number of rows and columns. I'm just putting 3 and 3. Enter the matrix elements 1, 2, 3, 4, 5, 6, 7, 8, 9. So അതിനകത്ത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഒന്ന് LRG നോക്കാം. Enter the matrix elements enter ചെയ്തു. The matrix is അത് മെട്രിക്സ് ഫോമിൽ പ്രിന്റ് ചെയ്യുന്നു. ഡിസ്പ്ലേ മെട്രിക്സിന്റെ ഔട്ട്പുട്ട് ആണ് ഈ മെട്രിക്സ് ഈസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഡിസ്പ്ലേ ഔട്ട്പുട്ട്. പിന്നെ the sum of the first row is 6. That is 1 plus 2. That is 3 plus 3, 6. The sum of the second row is 4 plus 5, 9 plus 6, 15. The sum of the third row is 7 plus 8, 15 plus 9, 24. So that's the that will give you the raw sum of the matrix entered. So that is about the implementation of this algorithm of the problem raw sum of a matrix by using the function. So thank you all of you for patiently watching this session.